കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 30 നമ്മൾ ചെയ്തു. അതായത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞേ ഉള്ളൂ ശരിക്കും അല്ലേ. അതായത് ഭഗവാന്റെ രഥം പോയി, പിന്നെ എല്ലാ ആയുധങ്ങളും പോയി, ആ ഭഗവാന്റെ ദേഹം മാത്രം പോയിട്ടില്ല. അതുവരെ നമ്മൾ എത്തി 30 ഇനി ആ ശരിക്കുള്ള സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ 31 ദാരുകനെ പറഞ്ഞയച്ചു അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിലാണ് നമ്മൾ ശരിക്കുള്ള ഭഗവാൻ ഈ ദേഹം ത്യജിക്കണില്ല വെച്ചാൽ അത് അതൊന്ന് ആദ്യം പറയാം. അതായത് ഈ ഞാൻ റെഫർ ചെയ്യുന്ന പലതിലും യോഗാഗ്നി കൊണ്ട് ദേഹം നശിപ്പിച്ചു, ഭസ്മീകരിച്ചു എന്ന് പറയുന്നുണ്ട്. സിദ്ധിനാഥാനന്ദ സ്വാമിയും പറയുന്നുണ്ട്. ബാലകൃഷ്ണ നായർ സാറിൻ്റെ വ്യാഖ്യാനത്തിലും യോഗാഗ്നി കൊണ്ട് ഭഗവാൻ ഈ കൃഷ്ണദേഹം ഭസ്മീകരിച്ചു, എന്നിട്ട് സ്വസ്വരൂപത്തിൽ പോയി എന്നാണ് പറയണത്. പക്ഷേ ജ്ഞാനാനന്ദ സരസ്വതിയിലും വൈശ്രവണൻ്റെയിലും ഉംബരാന്തിരുടെയിലും ശരിക്ക് പറയാച്ചാൽ ഈ അന്വയപ്രകാരം തന്നെ യോഗ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാതെ എന്നാണ് പറയണത്. എനിക്ക് പേഴ്സണലി ദഹിപ്പിക്കാതെ ഭഗവാന്റെ ആ കോമള രൂപം ദഹിപ്പിക്കാതിരുന്നു എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടം. അതിന് വൈശ്രവണത്തിൽ രാമൻ നമ്പൂതിരി അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ വേറെയും പല അറിവുള്ളവരെ, ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെയും സിദ്ധിനാഥാനന്ദ സ്വാമിയെ പോലെയുള്ളവർ ഈ കൃഷ്ണദേഹം പിന്നെടുത്ത ദേഹമാണല്ലോ, അതിനെ ദഹിപ്പിച്ചിട്ട് സ്വസ്വരൂപം പൂണ്ടുപോയി എന്നാണ് അവർ രണ്ടാളും പറയണത്. അതിൽ ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ എനിക്ക് അർഹതയില്ല. എത്രയും വലിയ ബാലകൃഷ്ണൻ നായർ സാറിനെ പോലത്തെ ബ്രഹ്മജ്ഞാനികളൊക്കെ അങ്ങനെയാണ് പറഞ്ഞാൽ. പക്ഷേ വേറെ വൈശ്രവണത്ത് രാമൻ നമ്പൂതിരിയുടെ വ്യാഖ്യാനത്തിലും ഇമ്പ്രാന്തിരുടെ വ്യാഖ്യാനത്തിലും ജ്ഞാനാനന്ദ സരസ്വതിയും ഈ ദേഹം നിർത്തി. അത് സാധാരണ പോലെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാവർക്കും ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അത് അവിടെ നിന്നോട്ടെ, ഭഗവാന്റെ ഇഷ്ടം പോലെ ചെയ്യാലോ. ഭഗവാനെ നശിപ്പിക്കണമെന്നില്ല. നമുക്കൊക്കെയാണെന്ന് വെച്ചാൽ മരിക്കണം വെച്ചാൽ ഈ ദേഹം നശിക്കണം. ഭഗവാന്റെ മഹാനിര്യാണത്തിന് ആ ദേഹം നശിപ്പിക്കാതിരിക്കുക, ഇച്ഛാനുസരണം ചെയ്യാലോ. അതുകൊണ്ട് നമുക്ക് നശിച്ചില്ല എന്ന് ഭാഗവതത്തിലും അങ്ങനെ പറയണ പോലെ എനിക്ക് തോന്നുക. അങ്ങനെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 31 അധ്യായം. അപ്പം നമുക്ക് ആദ്യത്തെ 4 ശ്ലോകം ഒരുമിച്ചാണ് ഇതിൽ. അപ്പം ഞാൻ അത് ആദ്യം വായിക്കാം. ശ്രീശുകവാച. അത് പിന്നെ എന്താണ്, എല്ലാവരും അതിന് റെഡി ആവണത് പറയാണ് കേട്ടോ. ഭഗവാന്റെ സ്വധാമഗമനത്തിന് ബാക്കി ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ റെഡി ആവണമെന്നാണ് പറയണത്. ശ്രീശുകവാച. അഥ തത്രാഗമത് ബ്രഹ്മ ഭവാന്യാച സമം ഭവ മഹേന്ദ്രപ്രമുഖാ ദേവോ മുനയ സപ്രജേശ്വരാः പിതരസിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാ ചാരണാ യക്ഷരക്ഷാംസി കിന്നരാപ്സരസോ ദ്വിജാः ദൃഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേർജന്മാനി കർമ്മ ച വവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിർനഭ കുർവന്ത സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുതാः. എന്താ പറയണതിൽ വെച്ചാൽ എല്ലാവരും അപ്പോൾ അവിടെ ബ്രഹ്മാവ് വന്നു. ഭവാന്യാസമം ഭവാച്ച. ശ്രീപാർവതിയോടുകൂടി പരമേശ്വരൻ ഭഗവാന്റെ നിര്യാണത്തെ ദ്രഷ്ടുകാമ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മഹേന്ദ്രപ്രമുഖ മറ്റു ദേവന്മാരും പ്രജേശ്വര മുനയ പ്രജാപതികളോട് കൂടിയിട്ടുള്ള മുനിമാരും, അതായത് ഈ സനകാദികൾ, ബാക്കി വലിയ എല്ലാ ഋഷീശ്വരന്മാർ, പിതൃക്കൾ, സിദ്ധന്മാർ,
ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഉരകം സർപ്പങ്ങൾ, ചാരണന്മാർ, യക്ഷരക്ഷസുകൾ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, ബ്രാഹ്മണർ, ബ്രഹ്മജ്ഞാനികൾ എല്ലാവരും ഭഗവാനെ കാണാൻ വന്നു. ഹേ പരീക്ഷിത് മഹാരാജാവേ, അവരൊക്കെ പരമഭക്തിയോടു കൂടിയവരായിട്ട് പരമയാ ഭക്തിയായുധ അല്ലേ ശൗരേഹേ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മ അവതാരത്തിനെ പറ്റിയിട്ടും കർമാണി ഭഗവാൻ ആടിയ ലീലകളെപ്പറ്റിയും ഗായന്ത പാടിക്കൊണ്ടും പിന്നെ ഗൃണന്തി തമ്മിൽ പറഞ്ഞുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും നഭ ആകാശത്തിൽ വിമാനാവലിഭിഹി സങ്കുലം കുർവന്ത വിമാനങ്ങളാൽ നിറഞ്ഞപ്പെട്ടവരായി പുഷ്പവർഷാണി പുഷ്പവർഷം പുഷ്പങ്ങൾ ചൊരിഞ്ഞു. അതാണ് ഇതിലും കൂടി പറയേണ്ടത്. എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും റെഡിയായി ഭഗവാന്റെ തിരിച്ചു വരവിനെ. അപ്പോൾ പറയാണ്, ഹേ പരീക്ഷത്തെ, ബ്രഹ്മാവ്, പാർവതി പരമേശ്വരന്മാരൊക്കെ ഇന്ദ്രാദി ദേവകളൊക്കെ ഭഗവാന്റെ സമീപത്തേക്ക് വന്നു. ബാക്കി പിന്നെ സനകാദി മഹർഷികളും മരീച്യാദി മഹർഷിമാരും പ്രജാപതികളും പിതൃക്കളും സിദ്ധന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും എന്ന് വേണ്ട ആകാശചാരികളായിട്ടുള്ള എല്ലാവരും ഭഗവാന്റെ മഹാനിര്യാണം കാണാൻ വന്നു. അവിടുത്തെ അവതാരലീലകളെയും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കർമ്മങ്ങളെയും അവതാരത്തിനെയും അങ്ങ് ആടിയിട്ടുള്ള ദിവ്യലീലകളെയും പാടിപ്പുകഴ്ത്തിയും പിന്നെ തമ്മിൽ പറഞ്ഞും അവർ വന്ന വിമാനങ്ങളാൽ ആകാശം നിറഞ്ഞു. അവർ പരമഭക്തിയോടെ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് ഇതിൽ ഈ 4 ശ്ലോകത്തിൽ. അഥ തത്രാഗതത് ബ്രഹ്മ ഭവാൻ ശ്രീശുകവാച അഥ തത്രാഗതത് ബ്രഹ്മ ഭവാന്യാച സമം ഭവ മഹേന്ദ്രപ്രമുഖാ ദേവാ മുനയഃ സപ്രജേശ്വരാः പിതരസിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാ ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസോ ദ്വിജാः ദ്രഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാः ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേർജന്മാനി കർമ്മ ച വവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിർനഭ കുർവന്ത സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുതാः. ഇനി 5. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭു സംയോജ്യാത്മനി ച ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനാ വിഭു സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ ന്യമീലയത്. അപ്പോൾ വിഭു ഭഗവാൻ, അതായത് സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ പിതാമഹം ബ്രഹ്മദേവനെയും ആത്മനഃ വിഭൂതിച്ച തൻ്റെ അംശ അവതാരങ്ങളായ ഇന്ദ്രാദിദേവന്മാരെയും കണ്ടിട്ട് ആത്മനി മനസ്സിൽ ആത്മാനം സംയോജ്യ തൻ്റെ മനസ്സിൽ ആത്മാവിനെ യോജിപ്പിച്ച്, അതായത് തൻ്റെ ആത്മാവിനെ തന്നെ ധ്യാനിച്ച് നടിക്കുകയാണ് ഭഗവാൻ. പത്മനേത്രേ താമരയിതള പോലുള്ള നേത്രങ്ങളെ ന്യമീലയത് ഭഗവാന്റെ കണ്ണുകളെ അടച്ചു. അതായത് ഈ പിന്നെ ബ്രഹ്മാവിനെയും ഇന്ദ്രാദിദേവന്മാരെയൊക്കെ കണ്ടിട്ട് എൻ്റെ യാത്രയ്ക്ക് സമയമായിന്ന് തീർച്ചയാക്കിയിട്ട് ഭഗവാന്റെ മനോഹരമായിട്ട് തൃക്കണ്ണുകൾ അടച്ചു. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മന വിഭു സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ ജമീലയത്. ഇനി പിന്നെ ഭഗവാന് വേണമെങ്കിൽ സാധാരണ യോഗികളൊക്കെ സ്വച്ഛന്ദമൃത്യു എങ്ങനെയാണ് യോഗാഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുക, പിന്നെ എന്താ പറയുക ശരീരേ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായതെന്നാണ് ഇപ്പോൾ 2 വ്യാഖ്യാനത്തിലും 3 വ്യാഖ്യാനത്തിലും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെ ഭഗവാന്റെ ഈ കോമള രൂപം നശിപ്പിക്കാതെ ചതുർഭുജ വിഷ്ണുവായിട്ട് അങ്ങോട്ട് പോയി എന്ന് നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. നോക്കാം. ലോകാഭിരാമം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേര്യാദ് അദഗ്ധ്വാ ധാമാ വിശദ് സ്വകം. അങ്ങനെ ദഹിപ്പിക്കാതെ പോയി എന്നാണ് നമുക്ക് അങ്ങനെ എടുക്കാട്ടോ. ദഹിപ്പിച്ചു എന്ന് പറയണ്ട എങ്കിലും നമുക്കങ്ങനെ പറയാം. നോക്കാം നമുക്ക് കേട്ടോ. ലോകാഭിരാമം ധാരണധ്യാനമംഗളം സ്വതനും ആഗ്നേയ യോഗധാരണയ അദഗ്ധ്വ സ്വകം ധാമ അവിശദ്ന്. ഭഗവാനാകട്ടെ ലോകാഭിരാമം, അതായത് എല്ലാ ലോകത്തിനും ആശ്രയവും ധാരണാധ്യാനമംഗളം എല്ലാവരുടെയും ധാരണയ്ക്കും ധ്യാനത്തിനും വിഷയമായവനും ആയിട്ടുള്ള ഏറ്റവും സുന്ദരമായ രൂപത്തോടു കൂടിയ ആ ഭഗവാൻ
യോഗധാരണയ, അതായത് സാധാരണ യോഗ സമ്പ്രദായം അനുസരിച്ച് എന്ത് ധാരണയ അദഗ്ധ, കത്തിച്ചു കളയാതെ, സാധാരണ യോഗധാരണയെ കൊണ്ട് പിന്നെ യോഗികളൊക്കെ സ്വന്തം ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല, അദഗ്ധ എന്നാണ് പറയുന്നത്. അദഗ്ധ്വ, യോഗ സമ്പ്രദായം അനുസരിച്ച് യോഗാഗ്നി കൊണ്ട് സ്വന്തം ശരീരത്തിനെ ദഹിപ്പിച്ചു കളയാതെ തന്നെ സ്വധാമത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ വ്യാസനും പറയണത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുക. അതിനെ ദഗ്ധ്വാന്ന് പിന്നെ അതായത് ഇതിനെ യോഗധാരണയ അദഗ്ധ്വാന്ന് നമ്മൾ പിന്നെ അന്വയിച്ചാലേ യോഗധാരണയാൽ ജ്വലിപ്പിക്കാതെ അല്ലെങ്കിൽ ദഹിപ്പിക്കാതെ തന്നെയാണ് അർത്ഥം വരിക. സ്വകം ധാമ ആവിശത്താൻ ലോകം പോകീന്ന്. അതെന്താ വെച്ചാൽ അതായത് ബ്രഹ്മാദികളെയൊക്കെ ഒന്ന് പിന്നെ ഞാൻ ഈ ദേഹം വിട്ട് പോവുകയാണെന്ന് നടിക്കാനാണ് കണ്ണൊക്കെ അടച്ചത്. എന്നിട്ട് ദഹിപ്പിക്കാതിരിക്കാൻ എന്താ കാരണം വെച്ചാൽ ഈ ആദ്യം പറഞ്ഞല്ലോ ഈ ശ്ലോകത്തിൽ ധാരണാധ്യാനമംഗളം, എല്ലാ സാധകന്മാരുടെയും ധാരണയ്ക്കും ധ്യാനത്തിനും വിഷയമായ മനോഹര രൂപമാണ് ഭഗവാൻ എടുത്തിട്ട് വന്നതേ. ഈ കൃഷ്ണാവതാരത്തിൽ എടുത്ത രൂപം എല്ലാ സാധകന്മാരുടെയും ധാരണയ്ക്കും ധ്യാനയ്ക്കും വിഷയമാകത്തക്ക ഉള്ള അത്ര കമനീയ രൂപമാണ്. അപ്പം ഭഗവാൻ ആ കമനീയ രൂപത്തിനെ ദഹിപ്പിച്ച് കളയണ്ടെന്ന് കരുതിയിട്ട് ലോക നന്മയ്ക്കായിട്ടാണ് ഭഗവാൻ കൃഷ്ണ അവതാരം എടുത്തത്. ഇപ്പം ലോക നന്മയ്ക്കായിക്കൊണ്ട് തന്നെ ഇനിയുള്ള സാധകന്മാർക്കും അത് ധാരണയ്ക്കും ധ്യാനത്തിനും വിഷയമാവട്ടെ എന്ന് കരുതിയിട്ട് ആ ദേഹം നശിപ്പിക്കാതെയാണ് അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയാതെയാണ് ഭഗവാൻ പോയത് എന്ന് ധാരണാധ്യാനമംഗളം എന്നുള്ളത് കൊണ്ട് നമുക്ക് വിചാരിക്കാം എന്ന് പറയണം. ആ ആഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുല്ലോ. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാം ധാരണയ്ക്കും ധ്യാനത്തിനും വിഷയമായിട്ടുള്ള ആ മനോഹര രൂപം ലോക നന്മയ്ക്കായിട്ട് ദഹിപ്പിക്കാതിരുന്നു എന്ന് പറയാമെന്ന്. എനിക്ക് അങ്ങനെ പറയാൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ. അതായത് നമുക്ക് ഇത്ര ഭംഗിയുള്ള കമനീയ രൂപം ഇനി ആർക്കും ധ്യാനിക്കാനും കൂടിയും പറ്റില്ല എന്നുള്ള നിലയ്ക്കാക്കി തീർക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാന്. അതുകൊണ്ട് നമുക്കിന്നും അത് പറ്റുന്നുണ്ടല്ലോ അല്ലേ. അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ സാധകന്മാർക്ക് ധാരണയ്ക്കും ധ്യാനത്തിനും ഇത്ര സുന്ദരമായിട്ടുള്ളൊരു മനോഹര രൂപം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അത് ദഹിപ്പിക്കാതെ പോയത്. അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടം പോലെ ദഹിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ആണ് നമുക്ക് അങ്ങനെ എടുക്കാം ഇതിൻ്റെ അർത്ഥം. പക്ഷേ ബാലകൃഷ്ണ നായർ സാറിൻ്റെയിലും പിന്നെ സിദ്ധിനാഥ സ്വാമിയുടെയിലും ദഹിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിലും ഇതിൽ ബാക്കി 3 എണ്ണത്തിലും അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ദഹിപ്പിക്കാതെ സ്വധാമത്തിലേക്ക് പോയി എന്ന് നമുക്ക് പറയാം. ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമ വിശദ്സ്വകം. എന്നിട്ട് പിന്നെ നമുക്ക് വല്ല സന്തോഷമാണ്. ഭഗവാന്റെ ആ രൂപമൊന്നും ദഹിപ്പിച്ചില്ല ഭഗവാൻ. അതിനെ ഭാഗവതത്തിലങ്ങട് അടക്കി. അപ്പോൾ നമുക്ക് ഭാഗവതം തുറന്നാൽ ആ ഭഗവാനെ നമുക്ക് കാണാമല്ലോ. ദിവി ദുന്ദുഭയോ നേതു ചേതു സുമനസശ്ച ഖാദ് സത്യം ധർമ്മോ ധൃതിർഭൂമേഃ കീർത്തി ശ്രീശ്ചാനു തം യയുഹു. 8 കൂടി ഒന്നിച്ച് ചെയ്യാട്ടോ. ദേവാദയോ ബ്രഹ്മമുഖ്യ ന വിശന്തം സ്വധാമനി അവിജ്ഞാതഗതിം കൃഷ്ണം ദദുസുശ്ചാദിവിസ്മിതാഃ. അപ്പോൾ ദിവി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ദുന്ദുഭയ നേതു, ദുന്ദുഭിവാദ്യങ്ങൾ മുഴങ്ങി. അവർക്ക് സന്തോഷമായി ഭഗവാൻ അവതാരം വന്ന് തിരിച്ചൊന്നുമില്ല. ഖാദ് ആകാശത്തിൽ നിന്നും സുമനസഹ പേതു പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടു. സത്യം ധർമ്മ ധൃതി, സത്യം ധർമ്മം ധൈര്യം, കീർത്തി ശ്രീഹി ച കീർത്തി ശ്രീ ഇവയും ഭൂമിയിൽ നിന്നും തം അനുയയുഹു ആ ഭഗവാനെ പിന്തുടർന്നു ചേർന്നു. ബ്രഹ്മമുഖ്യാഹ ബ്രഹ്മാതിദേവന്മാരും ദേവാദയ സ്വധാമനി തൻ്റെ ലോകമായ വൈകുണ്ഠത്തിൽ വിശന്തം പ്രവേശിക്കുന്നവനും അവിജ്ഞാതഗതിയും അറിയുവാൻ അസാധ്യമായ ഗതിയോടുകൂടിയവനുമായ കൃഷ്ണം നദൃശു ശ്രീകൃഷ്ണ ഭഗവാനെ നദൃശു കണ്ടില്ല ച ആയതിനാൽ
അതിവിസ്മിത, വളരെ അത്ഭുതപ്പെട്ടു. എന്താണെന്നറിയോ ഈ രണ്ടെണ്ണത്തിൽ പറയണത്? ഈ ഇങ്ങനെ ഭഗവാൻ പോയപ്പോൾ ഈ ശരീരം ദഹിപ്പിക്കാതെ സ്വസ്വരൂപത്തിൽ പോയി. അങ്ങനെയാണ്, സ്വന്തം സ്വരൂപത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ശരീരം നശിപ്പിക്കാതെ ചതുർഭുജ വിഷ്ണുവായിട്ട് പോയി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആകാശത്തിലപ്പോൾ ദേവന്മാർ പിന്നെ എന്താണ് വാദ്യഘോഷങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു. പക്ഷേ അതോടുകൂടി ഭഗവാൻ പോയതോടുകൂടി സത്യവും ധർമ്മവും ധൈര്യവും കീർത്തിയും ശ്രീയും ഒക്കെ ഭഗവാന്റെ കൂടെ അങ്ങോട്ട് പോയി. കലികാലം തുടങ്ങിയെന്ന് അതാണ്. അതും കൂടിയും ഭഗവാന്റെ കൂടെ അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ അടുത്തതിൽ എന്താ പറഞ്ഞാൽ, രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞ വെച്ചാൽ, ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഈ വൈകുണ്ഠത്തിലേക്ക് സ്വധാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാന്റെ ശക്തിയെപ്പറ്റിയും ഭഗവാന്റെ ഗതികളെപ്പറ്റിയും ലീലകളെപ്പറ്റിയും പിന്നെ ആർക്കും അറിയില്ല. ഭഗവാന്റെ ഗതി അറിയപ്പെടാത്ത ഗതിയോടുകൂടിയവനുമായ അങ്ങയെ ശരിക്ക് കാണാൻ പറ്റിയില്ല അവർക്ക്. അതൊന്നും കൂടി ഒരു മായോണ്ട് മറച്ചു. കുറേശ്ശെ കാണും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെയും കൂടി ഒന്ന് അവസാനം വെച്ചിട്ട് കൂടിയും ഭഗവാൻ ഒന്ന്, അതായത് ഭഗവാൻ പോയതോടെ ഭൂമിയുടെ സത്യം ധർമ്മവും കീർത്തിയും ഐശ്വര്യവും ഒക്കെ പോയി എന്ന് പറഞ്ഞല്ലോ. ഭഗവാൻ ഇല്ലാത്തടത്ത് ഇവയ്ക്ക് ഇതൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കൊക്കെ ഭഗവാന്റെ ഈ ഗതിയെപ്പറ്റി അറിയാതെ ഭഗവാൻ എങ്ങനെയാണ് ഈ സ്വരൂപം കൃത്യമായിട്ടും എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണ രൂപത്തിൽ നിന്ന് ചതുർഭുജ വിഷ്ണു രൂപത്തിലേക്ക് മാറിയതെന്നൊന്നും അവർക്ക് ബ്രഹ്മാവിനൊന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭഗവാന്റെ സ്വരൂപപ്രാപ്തി കണ്ടിട്ട് അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അതാണ് അവർക്ക് ശരിക്ക് അതായത് എങ്ങനെയാണ് എക്സാക്ട്ലി ഉണ്ടായതെന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ഭഗവാൻ കാണിച്ചു കൊടുത്തില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, ഭഗവാൻ യോഗ അഗ്നിയിൽ തൻ്റെ ശരീരം നശിപ്പിച്ചില്ല, അദഗ്ധ്വ എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വസ്വരൂപം എടുക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്തതെന്ന് വ്യക്തമായിട്ട് ഈ ഭഗവാന്റെ ഗതികളെപ്പറ്റി പൂർണ്ണമായും അറിയാത്ത ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും എങ്ങനെയാണ് ശ്രീകൃഷ്ണ ശരീരം വിട്ട് സ്വസ്വരൂപത്തിൽ പോയതെന്നുള്ളതൊന്നും, എന്താണ് അവസാനം ശരിക്കും എക്സാക്ട്ലി ഉണ്ടായെന്ന് വ്യക്തമായിട്ട് അവർക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഒരു മിന്നൽ പിണർ പോലെ പോയതേ അവർ കണ്ടുള്ളൂ. അവർ അത്ഭുത സ്തബ്ധരായി നിന്നു എന്നാണ് പറയണത്. അതായത് ഭഗവാൻ ശരിക്ക് കാണിച്ചു കൊടുത്തില്ല. അങ്ങയുടെ ആ ശരിക്കുള്ള സ്വധാമഗമനം അവർ ശരിക്ക് ദർശിച്ചില്ല. ഇടയ്ക്കിടെ അവിടെ ഒക്കെ കണ്ടു. അവർ വിസ്മയഭരിതരായി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം നോക്കട്ടെ, 18 അപ്പോൾ നമുക്ക് 7, 8 വായിച്ച് 9 പോകാം കേട്ടോ. ഇങ്ങനെ പറയണ മിന്നൽ പിണർ പോലെ പോണത് കണ്ടു നീ. ദിവിതുന്തുഭയോ നേതു പേതു സുമനസശ്ചഖാദ് സത്യം ധർമ്മോ ധൃതിർഭൂമേഹ കീർത്തിശ്രീശ്ചാനു തം യയുഹു ദേവാദയോ ബ്രഹ്മമുഖ്യ ന വിശന്തം സ്വധാമനി അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിതാഹ. ഭഗവാന്റെ ഈ അവിജ്ഞാതഗതി, അറിയാത്ത ഗതിയെ കണ്ടിട്ട് അവർ അത്ഭുതസ്തബ്ധരായി എന്ന് പറയാണ്. ഇനി 9 സൗദാമിന്യ യഥാകാശേ യാന്ത്യ ഹിത്വാഭൂമണ്ഡലം ഗതിർന ലക്ഷ്യതേ മർത്യൈസ്തഥാ കൃഷ്ണസ്യ ദൈവതൈഃ. അഭ്രമണ്ഡലമാണ്, തെറ്റിയച്ചരിക്കുക. സൗദാമിന്യ യഥാകാശേ യാന്ത്യ ഹിത്വാഭ്രമണ്ഡലം അഭ്രമണ്ഡലം ഗതിർന ലക്ഷ്യതേ മർത്യൈസ്തഥാ കൃഷ്ണസ്യ ദൈവതൈഃ. അതോ എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ ഒരു മിന്നൽ പിണർ പോലെ. അതാണ് ഇനി 9 അഭ്രമണ്ഡലം ഹിത്വ. ഈ മേഘം, അഭ്രങ്ങളച്ച മേഘങ്ങളാണല്ലോ, മേഘത്തിൻ്റെ ആ ഉയരം, മേഘമണ്ഡലം, മേഘത്തിൻ്റെ ആ ഒരു ആകാശത്തിൻ്റെ മേഘമുള്ള ഭാഗം വിട്ടിട്ട്
മേഘത്തിൻ്റെ ഭാഗം വിട്ടിട്ട് ആകാശേ യാന്ത്യ, ആകാശത്തിൽ ചെല്ലുന്ന സൗദാമിന്യാഗതിഹി, അതായത് എന്താ പറയുക, മിന്നലിൻ്റെ ഗതി മർത്തേഹി മനുഷ്യന്മാരാൽ യഥാ ന ലക്ഷ്യതേ, എങ്ങനെ കാണുവാൻ സാധിക്കുന്നില്ലയോ, ദേവതഹി ദേവതകളാൽ കൃഷ്ണസ്യ തഥ, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗതിയെയും അവർക്ക് ശരിക്ക് കാണാൻ സാധിച്ചില്ല. അതായത് എന്താ അറിയോ, എവിടുന്നാണ് ഈ മേഘമണ്ഡലത്തിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന മിന്നലുണ്ടല്ലോ, അത് എവിടുന്ന് വന്നു എങ്ങോട്ട് പോണു എന്ന് നമുക്ക് അറിയാത്ത പോലെ ഭഗവാൻ എവിടുന്ന് വന്നു എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് സാധാരണ മനുഷ്യന്മാരെ ഒരു മിന്നൽ പിണറ് എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്ന് കാണാൻ പറ്റാത്തതുപോലെ ഈ ബ്രഹ്മാദിദേവന്മാരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷമായി. അതായത് അവർക്ക് ബ്രഹ്മാവിനും ശിവനും ഒക്കെ ഭഗവാന്റെ ഈ യോഗഗതി കൊണ്ട് കണ്ടിട്ട് അത്ഭുതപരതന്ത്രരായി. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ മിന്നൽ പിണർ എവിടുന്നാ വന്ന എവിടേക്കാ പോയി എന്ന് അറിയാത്ത പോലെ തന്നെ അവർക്ക് മനസ്സിലായുള്ളൂ ഭഗവാനെ എങ്ങനെ അപ്രത്യക്ഷമായിന്ന്. അതാണ് അത്ഭുതം. അവർക്ക് പോലും മനസ്സിലായില്ല. ഈ മേഘമണ്ഡലം വിട്ടിട്ട് ഒരു ഇടിമിന്നൽ എങ്ങനെയാണ് നമ്മൾ കാണുക, അതുപോലെ അവർക്കും വ്യക്തമായില്ല. നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ഇടിമിന്നൽ എവിടുന്നാ വരണേ എവിടുന്നാ പോകണം വെച്ചാൽ പെട്ടെന്ന് കഴിയുമല്ലോ. അതുപോലെ തന്നെ ദേവന്മാരാൽ ഈ ഭഗവാന്റെ തിരോധാനം ഒരു മിന്നൽ പിണർ വന്ന് പോണ പോലെ നോക്കി നിന്നു അവർ. അതായത് അവർക്ക് ആർക്കും ശരിക്കും മനസ്സിലായില്ല അവിടുത്തെ അതാണ് അത്ഭുതം. അത്രയും മനസ്സിലായുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗതിയെയും ആർക്കും കാണുവാൻ സാധിച്ചില്ല. ശരിക്ക് വ്യക്തമായിട്ട് കാണാൻ ആർക്കും ഭഗവാന്റെ സ്വധാമഗമനം ദേവന്മാർക്ക്, ബ്രഹ്മാവ് അടക്കം മഹർഷിമാർക്കും ദേവന്മാർക്ക് പോലും ഭഗവാന്റെ സ്വധാമഗമനം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. നോക്കൂ, ദേവതൈഹി യഥാ ന ലക്ഷ്യതേ, അവർക്ക് കാണാൻ സാധിച്ചില്ല. നമുക്ക് മിന്നൽ കാണുന്ന പോലെ കണ്ടുള്ളൂ എന്നർത്ഥം. ഒരു മിന്നാട്ടം കണ്ടുള്ളൂ. ഇനി 10 സൗദാമിന്യാ യഥാകാശേ യാന്ത്യാ ഹിത്വാഭ്രമണ്ഡലം ഗതിർന ലക്ഷ്യതേ മർത്തൈ തഥാ കൃഷ്ണസ്യ ദൈവതൈഹി. ഇനി നമുക്ക് 10 വായിക്കാം. ബ്രഹ്മരുദ്രാദയസ്തേ തു ദൃഷ്ട്വാ യോഗഗതിം ഹരേഃ വിസ്മിതാസ്താം പ്രശംസന്തഃ സ്വസ്വം ലോകം യയുസ്തദ. അവരൊക്കെ ഒന്നും മനസ്സിലാവാണ്ട് സ്വന്തം ലോകത്തിലേക്ക് പോയി പറയാ. തു തഥാ, പക്ഷേ ആ സന്ദർഭത്തിൽ ബ്രഹ്മരുദ്രാദയ, ബ്രഹ്മാവ് രുദ്രൻ മുതലായവർ ഹരേഹേ യോഗഗതിം ദൃഷ്ട, ഭഗവാന്റെ ഈ യോഗഗതിയെ കണ്ട് വിസ്മിത അത്ഭുതപരതന്ത്രരായി താം പ്രശംസന്തം, അങ്ങയെ പ്രശംസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് സ്വം ലോകം അവരവരുടെ ലോകത്തിലേക്ക് പോയി. അവർക്കൊന്നും എന്താ ഉണ്ടായെന്നൊന്നും ശരിക്കും മനസ്സിലായില്ല. അതാണ്. അപ്പോൾ ബ്രഹ്മാവും ശിവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ, എല്ലാ ദേവന്മാരും അങ്ങയുടെ ഈ ദിവ്യമായിട്ടുള്ള യോഗഗതിയെ കണ്ടിട്ട് അത്ഭുതപരതന്ത്രരായിട്ട് അതിനെ തന്നെ സ്തുതിച്ചുകൊണ്ട് അവരവരുടെ സ്വധാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. 10ാമത്തെ ശ്ലോകം ഒന്നും കൂടിയും വായിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ കൃഷ്ണരൂപം നശിപ്പിക്കാതെ അല്ലെങ്കിൽ യോഗാഗ്നി ദഹിപ്പിക്കാതെ സ്വസ്വരൂപം പൂണ്ടു, എന്നിട്ട് സ്വധാമത്തിലേക്ക് പോയി എന്ന് നമുക്ക് സമാധാനിച്ച് നമുക്കിവിടെ നിർത്താം. ബ്രഹ്മരുദ്രാദയസ്തേതു ദൃഷ്ട്വാ യോഗമതിം ഹരേഃ വിസ്മിതാസ്താം പ്രശംസന്തഃ സ്വസ്വം ലോകം യയുസ്തദാ. അതിനെയും 11 കൂടി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണ്ട, നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമീ ഗുരുവായൂരപ്പ.